ഹലോ, സെൽഫ് സൊല്യൂഷൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സാംസങ് A50യുടെ ചാർജിങ് കംപ്ലൈന്റിനെ കുറിച്ചാണ്. ചാർജിങ് കംപ്ലൈന്റ് ഇതിന് മൂന്ന് തരത്തിൽ വരാറുണ്ട്. അപ്പോൾ ചാർജിങ് കംപ്ലൈന്റിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധിച്ചു കാണും. ആദ്യമായിട്ട് ചാർജിങ്ങിൽ വരുന്ന ഒരു കംപ്ലൈന്റ് ആണ് ഈ കാണുന്ന കംപ്ലൈന്റ്. ഇതുപോലെ ഒരു എറർ വന്നിരിക്കും. ഈ കംപ്ലൈന്റ് എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുന്നത്? പിന്നെ വേറൊരു കംപ്ലൈന്റ് ആണ് ചാർജിങ് ടെമ്പറേച്ചറിന്റെ സിമ്പിൾ വന്നിരിക്കും. ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്? പിന്നെ മൂന്നാമതൊരു കംപ്ലൈന്റ് ആണ് ചാർജ് ഒട്ടും കയറാതിരിക്കുക. ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്? ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പൊ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധിച്ച് കാണുക. ആദ്യമായിട്ട് ചാർജ് ഒട്ടും കയറാത്ത കംപ്ലൈന്റ് ഞാൻ പറയാം. നിങ്ങൾ ചാർജർ കുത്തി നോക്കുക, ചാർജ് ഒട്ടും റെസ്പോൺസ് ചെയ്യുന്നില്ലെന്നൊരിക്കൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം. അതിനുശേഷം ഈ സ്ട്രിപ്പ് മാറ്റുക. ഈ സ്ട്രിപ്പ് എടുത്തതിന് ശേഷം നിങ്ങൾ മൾട്ടിമീറ്ററിന്റെ ഒരു പ്രോബ് ഗ്രൗണ്ടിൽ വെച്ചതിന് ശേഷം ഒരു പ്രോബ് വെച്ച് നിങ്ങൾ അളന്നു നോക്കുക. മൾട്ടിമീറ്ററിൽ 20 വോൾട്ടിലേക്ക് ഇടുക. 20 വോൾട്ടേജിൽ ഇട്ടിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സൈഡിലെ ഈ പോയിന്റില് 5 വോൾട്ടേജ് കാണിക്കണം. ഈ സൈഡില് ഈ പോയിന്റിൽ 5 വോൾട്ടേജ് ആണ് കാണിക്കേണ്ടത്. ഫസ്റ്റ് പോയിന്റ് ഈ കണക്ടറിലുള്ള ഈ പോയിന്റിലേക്ക് 5 വോൾട്ടേജ് വരുന്നുണ്ടോ എന്ന് നോക്കുക. ഇതിന്റെ ഈ സൈഡാണ് ഗ്രൗണ്ട്. ഓക്കെ, ഏറ്റവും സൈഡിലെ പോയിന്റ് ആണ് ഗ്രൗണ്ട്. ഇവിടെ പോസിറ്റീവ് ആണ്. ഈ സ്ട്രിപ്പ് കുത്തണമെന്നില്ല, അല്ലെങ്കിൽ ഇവിടെ ഗ്രൗണ്ട് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ ഗ്രൗണ്ട് കറക്റ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, അല്ലെന്നൊരിക്കൽ നിങ്ങൾക്ക് ഈ രണ്ട് സൈഡിലത്തെ, അതായത് ഇവിടെ മൾട്ടിമീറ്ററിന്റെ നെഗറ്റീവ് പ്രോബ് വെക്കുക, ഇവിടെ പോസിറ്റീവ് പ്രോബ് വെച്ച് നിങ്ങൾ ചെക്ക് ചെയ്യുക. അന്നേരം 5 വോൾട്ടേജ് കാണിക്കുന്നുണ്ടോ എന്ന് നോക്കുക. അതിനുശേഷം ഈ വോൾട്ടേജ് വരുന്നത് ഈ സ്ട്രിപ്പ് കുത്താൻ ഞാൻ നിങ്ങളെ മുകളിലേക്ക് എവിടെയാണെന്ന് കാണിച്ചു തരാം. മുകളിൽ എവിടെയാണ് ഉൾപ്പെട്ടതെന്ന്. ഈ സ്ട്രിപ്പ് കുത്താം. നമുക്കിത് വരേണ്ടത് ഈ പോയിന്റിലാണ് 5 വോൾട്ടേജ് കാണിക്കുന്നത്. ഓക്കെ, 5 വോൾട്ടേജ് കാണിക്കുന്നുണ്ടോ എന്ന് നോക്കുക. ഇല്ലെന്നൊരിക്കൽ നിങ്ങൾ എവിടെയാണ് ബ്രേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് 5 വോൾട്ടേജ് എടുത്തുകൊണ്ട് കൊടുക്കുക. ഇവിടെ ഈ സൈഡിലാണ് ഇതിന്റെ ഏറ്റവും നെഗറ്റീവ് പോയിന്റ് വരിക. അപ്പോൾ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ, പ്രിന്റ് ബ്രേക്ക് ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെ ചെക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ബോർഡിൽ കണക്ടറിന് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ എന്ന് നോക്കണം. കണക്ടറിന് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ നിങ്ങൾ കണക്ടർ മാറ്റുക. പിന്നെ ഇതിലെവിടെയെങ്കിലും വെള്ളം വീണ് എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ എന്ന് നോക്കുക. അങ്ങനെ ഉണ്ടെന്നൊരു ഈ ബോർഡ് ശരിക്കും ഒന്ന് ക്ലീൻ ചെയ്യണം. ഇത്രയൊക്കെയാണ്. ഈ വോൾട്ടേജ് രണ്ടും ഇവിടെ വരുന്നുണ്ടോ എന്ന് നോക്കുക. ഇതാണ് ചാർജിങ് ഒട്ടും കയറാതിരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ. പിന്നെ രണ്ടാമത് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജിങ്ങിലെ ഇറർ വരുന്ന കാര്യമാണ്. ചാർജിങ്ങിലെ ഇറർ വരുന്ന രണ്ട് കമ്പോണൻസ് എന്ന് പറയുന്നത്, ചാർജിങ് ഇറർ വരുന്നത് മെയിൻ ആയിട്ട് ഈ ബോർഡിൽ വെള്ളമൊക്കെ കയറിയിട്ടാവും. ആദ്യം നിങ്ങൾ ഫസ്റ്റ് തിന്നർ ഒഴിച്ച് ചുവ ഒന്ന് ക്ലീൻ ചെയ്യുക. ക്ലീൻ ചെയ്തതിന് ശേഷം നിങ്ങൾ ഒന്ന് കണക്ട് ചെയ്ത് നോക്കുക റെഡി ആവുന്നുണ്ടോ എന്ന്. അഥവാ റെഡി ആവുന്നില്ലെങ്കിൽ ഇവിടെ ഈ ആന്റിന കുത്തുന്നതിന്റെ ഇവിടെ നിന്ന് തൊട്ടടുത്ത് ഒരു 3 സ്പെയർ ഇരിക്കുന്നത് നിങ്ങൾക്കറിയാം. ഇവിടെ ഒരു കറുത്ത റെസിസ്റ്റൻസ് ഇരിപ്പുണ്ട്, തൊട്ടടുത്തൊരു കപ്പാസിറ്റർ ഇരിപ്പുണ്ട്. വളരെ ചെറിയ കമ്പോണന്റ് ആണ്. അതിൽ ഈ വലിയ കമ്പോണന്റ്, അതായത് കറുത്ത റെസിസ്റ്റർ, ഇത് ഒന്നാദ്യം റിമൂവ് ചെയ്തേച്ച് നിങ്ങൾ ചാർജർ കുത്തി നോക്കുക, വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് സെയിം ആണ് അവസ്ഥയെങ്കിൽ നിങ്ങൾ തൊട്ടടുത്ത കപ്പാസിറ്റർ ഒന്ന് റിമൂവ് ചെയ്തേച്ച് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങളുടെ പ്രോബ്ലം സോൾവ് ആകാനുള്ള സാധ്യത ഏറെയാണ്. അതായത് എവിടെയാണ് ഇരിക്കുന്നത്? ഈ ആന്റിനയുടെ ഈ ഹെഡ്ഫോൺ ജാക്കിന്റെ ഏതാണ്ട് ഈ ഭാഗത്ത്, ഇതിന്റെ സെൻട്രലായിട്ട് വരും. ഈ ഭാഗത്താണ് ഈ 3 സ്പെയർ ഇരിക്കുന്നത്. ഈ 3 സ്പെയറിൽ ഈ 2 സ്പെയർ, അതായത് ഈ വലിയ കമ്പോണന്റും ഈ കപ്പാസിറ്ററും, ആദ്യം വലിയ കമ്പോണന്റ് മാത്രം ഒന്ന് റിമൂവ് ചെയ്യുക, എന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ അല്ലെങ്കിൽ മാറിയില്ലെങ്കിൽ ഈ തൊട്ടടുത്തൊരു ചെറിയ കപ്പാസിറ്റർ ഇരിപ്പുണ്ട്, ആ കപ്പാസിറ്റർ ഡാമേജ് ആകാനുള്ള സാധ്യതയുണ്ട്, അതൊന്ന് റിമൂവ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ പ്രോബ്ലം റെഡി ആകാനുള്ള ചാൻസ് ഉണ്ട്. എന്നിട്ടും റെഡി ആവുന്നില്ലെന്നൊരിക്കൽ നിങ്ങൾ ഈ ബോർഡ് മാറ്റുക എന്നുള്ളതാണ്. പിന്നെ മൂന്നാമത് ഒരു പ്രശ്നം ഈ ഫോണിന് സാധാരണ കണ്ടുവരുന്നത് ബാറ്ററി ടെമ്പറേച്ചറിന്റെ ഇഷ്യൂ ആണ്. ആ ഇഷ്യൂ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതില് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതില് മെയിൻ ആയിട്ട് ഇവിടെ ഈ 3 കമ്പോണന്റ് ഇരിക്കുന്നതിൽ ഇങ്ങേയറ്റത്തെ ഒരു റെസിസ്റ്റർ ഉണ്ട്, ചെറിയ കുഞ്ഞ് റെസിസ്റ്റർ ആണ്.
അതിന്റെ ഈ കണക്ടറിനോട് അടുത്തിരിക്കുന്ന പോയിന്റില് 1.8 വോൾട്ടേജ് നിങ്ങൾ വരുന്നുണ്ടോ എന്ന് നോക്കുക. മൾട്ടിമീറ്ററിന്റെ മൈനസ് പ്രോബ് ഗ്രൗണ്ടിൽ വെക്കുക, എന്നിട്ട് 1.8 വോൾട്ടേജ് വരുന്നുണ്ടോ എന്ന് നോക്കുക. ഞാൻ നിങ്ങളെ ചെക്ക് ചെയ്ത് കാണിക്കാം. അഥവാ വരുന്നില്ലെങ്കിൽ എവിടെ എങ്ങോട്ടാണ് ജമ്പർ കൊടുക്കേണ്ടതെന്ന് ഞാൻ പറയാം. അതായത് ഈ സ്ട്രിപ്പ് കൊടുത്തോണ്ട് കണക്ട് ചെയ്തുകൊണ്ട് മാത്രമേ അവിടെ 1.8 വോൾട്ടേജ് വരുള്ളൂ. അപ്പൊ ചെക്ക് ചെയ്ത് കാണിക്കണമെങ്കിൽ നമ്മൾ ഈ സ്ട്രിപ്പ് ഒന്ന് കണക്ട് ചെയ്യണം. അപ്പോൾ മൾട്ടിമീറ്ററിന്റെ ഒരു പ്രോബ് ഗ്രൗണ്ടിൽ വെക്കുക. ഗ്രൗണ്ടിൽ വെച്ച് നിങ്ങൾ ചാർജർ കുത്തിക്കൊണ്ട് നിങ്ങൾ ഈ 3 സ്പെയർ ഇരിക്കുന്നില്ലേ, അതിൽ ഈ റെസിസ്റ്ററിന്റെ ഈ കണക്ടറിനോട് ചേർന്ന സൈഡ്, അതായത് ഇങ്ങനെ വെച്ചേക്കുന്ന റെസിസ്റ്റർ ആണ്, ചെറിയ റെസിസ്റ്റർ, അതില് നിങ്ങൾ നോക്കുക 1.8 സംതിങ് റീഡിങ് കാണിക്കുന്നുണ്ടോന്ന്. അഥവാ കാണിക്കുന്നില്ലെങ്കിൽ ആ വോൾട്ടേജിന്റെ വിഷയമാണ്. ആ വോൾട്ടേജ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നില്ലെന്നൊരു നിങ്ങൾക്ക് എവിടെ നിന്ന് എടുത്തു കൊടുക്കാമെന്ന് ഞാൻ പറയാം. നിങ്ങൾക്ക് വളരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഈ വോൾട്ടേജ് വരുന്ന ഈ റെസിസ്റ്ററിന്റെ ഈ സൈഡിലേക്ക് വരുന്നത്, ഈ 1.8 വോൾട്ടേജ് വരുന്നത് ഇതുണ്ട്, ഈ ഇങ്ങോട്ടാണ് ഈ ലൈൻ പോയേക്കുന്നത്. പിന്നെ ഇവിടുന്ന് ഒരു ഹോളാണ്, ഇത് അപ്പുറത്തെ സൈഡിലാണ് ചെന്ന് കയറുന്നത്. അത് ഞാൻ കാണിച്ചു തരാം അതെങ്ങോട്ടാണ് പോകുന്നത്. ഓക്കെ, ഇത് വന്ന് ചേരുന്നത് ഇത് കണ്ടോ, ഈ ഹെഡ്ഫോൺ ജാക്കിന്റെ ഇവിടെ 3 ചെറിയ ഹോളുകളുണ്ട്. അതില് ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം, മുകളിൽ ഒരെണ്ണം. ആ മുകളിലത്തെ പോയിന്റിലേക്കാണ് ഈ 1.8 വോൾട്ടേജ് ഇവിടെ നിന്നാണ് വരിക. അപ്പൊ ഈ ലൈനിൽ ഒന്ന് സ്ക്രാച്ച് ചെയ്തേച്ച് ഈ ലൈനിൽ ഒന്ന് സ്ക്രാച്ച് ചെയ്യുക. മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു. അതായത് ഇവിടെ 1, 2, ഇതിന്റെ തൊട്ട് മുകളിൽ ഒരു പോയിന്റ് ഉണ്ട്. അങ്ങനെ 3 പോയിന്റ് ഉണ്ട്. അപ്പൊ അതിൽ ഈ ഇതൊന്ന് സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞാല് നിങ്ങൾക്ക് ഇവിടുന്ന് ലൈൻ എടുത്ത് ഈ പറഞ്ഞ രജിസ്റ്ററിലേക്ക് കൊടുക്കാൻ പറ്റും. ഞാൻ മുമ്പേ രജിസ്റ്റർ പറഞ്ഞല്ലോ, അങ്ങോട്ട് കൊടുക്കാൻ പറ്റും. അഥവാ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടുന്നില്ലെന്നില്ല, നിങ്ങൾക്ക് ഈ 1.8 വോൾട്ടേജ് ഈ ബോർഡിൽ എവിടുന്നേലും എടുത്തു കൊടുക്കാവുന്നതാണ്. അപ്പൊ അവിടെ 1.8 വോൾട്ടേജ് വന്നു കഴിഞ്ഞാൽ ഈ സംഭവം നിങ്ങളുടെ ഈ ടെമ്പറേച്ചർ പ്രോബ്ലം സോൾവ് ആയിക്കോളും. അപ്പൊ ഇതിനകത്ത് 1.8 വോൾട്ടേജ് വരുന്നത് ഇവിടെ 2 കമ്പോണന്റ് ഇരിപ്പുണ്ട്. അതില് ഈ താഴെ ഇരിക്കുന്ന കമ്പോണന്റിന്റെ ഈ സൈഡിലാണ് 1.8 വോൾട്ടേജ് വരിക. അപ്പൊ നിങ്ങൾ ഇവിടുന്ന് ഇതെടുത്തേച്ച് ഇവിടുന്ന് ഒരു ജമ്പർ എടുക്കുക. ഈ രണ്ടാമത്തെ ലൈനിൽ നിന്ന് ഒരു ജമ്പർ എടുക്കുക. ജമ്പർ എടുത്തേച്ച് നേരെ ഇവിടെ ഈ 3 കമ്പോണന്റ് ഇരിക്കുന്ന, അതായത് ഇതൊരു വലിയ കമ്പോണന്റ്, അതിന്റെ അടുത്തൊരു കപ്പാസിറ്റർ, ചെറിയ കപ്പാസിറ്റർ, അതിന്റെ അടുത്ത് ആ കപ്പാസിറ്ററിന്റെ അത്രയും വലിപ്പമുള്ള ഒരു റെസിസ്റ്റർ ഉണ്ട്. ആ റെസിസ്റ്ററിന്റെ ഈ സൈഡിലേക്ക് നിങ്ങൾ കണക്ഷൻ കൊടുത്താൽ മതിയാകും. അതായത് ഈ ആന്റിന കണക്ടറിന്റെ ഈ അടുത്തിരിക്കുന്ന ആ സൈഡിലേക്ക് ഒരു ജമ്പർ കൊടുത്താൽ മതിയാവും. റെസിസ്റ്ററിന്റെ ഈ സൈഡിലേക്കാണ് കൊടുക്കേണ്ടത്. അപ്പൊ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉള്ളവരെ താഴെ കമന്റ് ആയിട്ട് ചോദിക്കുക. അപ്പോൾ ഒരു പുത്തൻ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.